ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാനാധാരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാറുണ്ടല്ലോ. നമ്മുടെ ആരെങ്കിലുമൊക്കെ ദാനം തരും ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കും. ദാനാധാരത്തിന് അതുപ്രകാരം കിട്ടുന്ന ഭൂമിക്ക് ടാക്സ് ഉണ്ടോ? കുറേ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ടാക്സുകളൊക്കെ വല്ലാതെ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം 1-2 ആഴ്ചയായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മീഡിയകൾ, സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ചർച്ച ഉണ്ട്. ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ടാക്കണം എന്നാണ് ആ ചർച്ചയുടെ ഒരു പ്രധാന ആവശ്യം. 2 ആഴ്ച മുമ്പാണ് സാമ്പിത്രോദയാണ് അത് തുടങ്ങി വെച്ചത്. പിന്നീട് അത് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും ഒക്കെ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമുക്കിപ്പോൾ അത് ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ മീഡിയകളൊക്കെ അത് ഏറ്റെടുത്ത് വലിയ ചർച്ചയൊക്കെ ഉണ്ടാക്കി. നമ്മുടെ രാജ്യത്ത് ഇൻഹെറിറ്റൻസ് ടാക്സുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിൻ്റെ പേര് ദി എസ്റ്റേറ്റ് ഡ്യൂട്ടി ആക്ട് എന്നാണ്. 1953 ഉണ്ടായിരുന്ന ആ നിയമം 1985 വരെ നിലനിന്നു. 85 ആ നിയമം ഒഴിവാക്കിയത്. അപ്പോൾ അതുമായി ചുവട് പിടിച്ചിട്ടാണ് ഇപ്പം ഈ ചർച്ച വീണ്ടും സജീവമാകുന്നത്. ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ പിന്തുടർച്ചാവകാശ പ്രകാരം കിട്ടുന്ന സ്ഥലത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണം എന്നല്ല. ഇപ്പോൾ നമ്മൾ ഒരു ഫാദർ മരിച്ചു അല്ലെങ്കിൽ മദർ മരിച്ചു, എന്നിട്ട് മക്കൾക്കൊക്കെ അതിൻ്റെ അവരുടെ സ്വത്ത് കിട്ടിയാൽ അതിൻ്റെ ഒരു ടാക്സ്. അതിന് അവർ പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ജപ്പാനിൽ, അതുപോലെ ഫ്രാൻസിൽ, സൗത്ത് കൊറിയ, അമേരിക്കയിലൊക്കെ ഇപ്പോൾ ജപ്പാനിൽ 55% അതിൻ്റെ ടാക്സ് ഉണ്ട് എന്നാണ് അവർ പറയുന്ന. ഒരു കാരണം എന്താണെന്നറിയോ? അവർ പറയേണ്ടത് ഒരാൾ കുറേ സ്വത്തുണ്ട്, അയാൾ മരിച്ചു പോയാൽ പബ്ലിക്കിന് എന്ത് ഗുണം, അപ്പോൾ അതുകൊണ്ട് അത്രയും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ചർച്ച 2-3 ആഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവിലോ ഒരുപാട് എണ്ണത്തിൽ ഇങ്ങനെ വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിന് അനുകൂലമായും പ്രതികൂലമായിട്ടൊക്കെ ആളുകൾ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുതിയ ടാക്സുകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലമാണ്. അപ്പോൾ ആളുകൾ ദാനാധാരത്തിന് അല്ലെങ്കിൽ ദാനം ചെയ്ത് കിട്ടുന്ന ഒരു ഭൂമിക്ക് ടാക്സ് കൊടുക്കണം, ഗിഫ്റ്റ് ടാക്സ് കൊടുക്കണോ വേണ്ടേ? ദാനം എന്ന് പറഞ്ഞാൽ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലാണ്. ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റാണ്. അതിലെ സെക്ഷൻ 122 മുതൽക്ക് എന്നുള്ള കുറച്ച് വകുപ്പുകളാണ് ഈ ഗിഫ്റ്റിനെ കുറിച്ച് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ സെറ്റിൽമെൻറ്റ് എന്നൊരു ആധാരം നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ധനനിശ്ചയ ആധാരം. അത് സ്റ്റാമ്പ് ആക്റ്റിൽ ഒരു ഡെഫിനേഷൻ ഉണ്ട് എന്നല്ലാതെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ അതിന് ഡെഫിനേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, പണമില്ലാതെ കൈമാറുന്ന അല്ലെങ്കിൽ കൺസിഡറേഷൻ കറക്റ്റായിട്ട് ഇല്ലാതെ കൈമാറുന്ന ഒരു ട്രാൻസ്ഫർ ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറയാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു കൺസിഡറേഷൻ, യാതൊരു പ്രതിഫലവുമില്ലാതെ. ഇപ്പോൾ നമ്മൾ ധനനിശ്ചയാധാരം എഴുതുമ്പോൾ നമ്മൾ എഴുതാറുണ്ട്, സ്നേഹവാത്സല്യം പ്രതിഫലമാക്കിയും, നിനക്ക് എൻ്റെ മകനായതിനാൽ നിന്നോടുള്ള സ്നേഹവാത്സല്യം പ്രതിഫലമാക്കിയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതും. പക്ഷേ ഗിഫ്റ്റിൽ അങ്ങനെ പോലെ എഴുതാൻ പാടില്ല. ഒരു പ്രതിഫലവുമില്ലാതെ നമ്മളൊന്ന് കൈമാറുന്നതിനെയാണ് നമ്മൾ ഗിഫ്റ്റ് ഡീഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസിൽ വരുന്ന, ഞാൻ മുമ്പ് പറയാറുണ്ടല്ലോ, ചാവക്കാട് എനിക്കൊരു ആധാരം എഴുത്തൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന, അതിനു വേണ്ടി പ്രത്യേകമായി ഒരു ഓഫീസും സംവിധാനമൊക്കെ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെയൊക്കെ കേട്ടിട്ടാവും പലരും ചോദിക്കുന്നുണ്ട്, ഗിഫ്റ്റ് ടാക്സ് എന്നുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഈ ദാനത്തിന് ബാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഗിഫ്റ്റ് ടാക്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിരുന്നു. 1958 അങ്ങനെ ഒരു ആക്ട് തുടങ്ങി വെച്ചത്. 1998 ഒരു ഫൈനാൻസ് ആക്റ്റോട് കൂടിയിട്ട് ഫൈനാൻസ് ബില്ല് വന്നിട്ട് അത് അബോളിഷ് ചെയ്ത് പോയി. എങ്കിലും ഗിഫ്റ്റിന് ടാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാൻ പോകുന്ന മറുപടി ഗിഫ്റ്റിന് ടാക്സ് ഉണ്ട് എന്നാണ്. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട. കാരണം എന്താ പറഞ്ഞാൽ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് കേട്ടാൽ നിങ്ങളുടെ ബേജാറ് മാറിക്കോളും. എങ്കിലും നിയമത്തിൽ പറയുന്നത് ഗിഫ്റ്റിന് ഇറ്റ് ഈസ് ടാക്സബിൾ എന്നാണ്. എന്നിട്ട് കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ആ എക്സെപ്ഷൻസിൽ പ്രധാനപ്പെട്ട എക്സെപ്ഷൻസ് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ പേടി മാറ്റാം. അതിൽ ആ എക്സെപ്ഷൻസിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ റിലേറ്റീവ്സിൽ നിന്ന് തരുന്ന ഒരു ദാനത്തിന്, ഗിഫ്റ്റിന് നമുക്ക്
ഇതിൻ്റെ എക്സംഷൻ ഉണ്ട്, ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ബന്ധുക്കൾ റിലേറ്റീവ് അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുമോ ദാനം? പറ്റും. ദാനം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും കൊടുക്കാം. നമ്മൾ സുഹൃത്തിന് കൊടുക്കാം, അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് കൊടുക്കാം, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്ക് കൊടുക്കാം, നമ്മുടെ ഒരു അധ്യാപകന് കൊടുക്കാം, എന്ന് വേണ്ട നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആരൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് അവർക്കൊന്നും ദാനം കൊടുക്കുന്നത് ഇന്ന ആൾക്കെന്നില്ല. ആർക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും, ദാനാധാരം ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മളെപ്പോഴും ദാനാധാരത്തിന് നിങ്ങളെപ്പോഴും കേട്ടിട്ടുണ്ടാകും ഒരു സ്റ്റാമ്പ് ഇടുന്നിടത്ത് വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ സ്റ്റാമ്പ് സാധാരണ സെയിലിനാണെങ്കിൽ 8% നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇടുക. പക്ഷേ അത് നേരെ വന്നിട്ട് 0.2% ഇട്ടാൽ മതി ഈ ദാനാധാരത്തിന്. ആരാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ ഫേവർ ഓഫ് ദ ഡിസീസ്ഡ് ഫാമിലി മെമ്പർ ആണെങ്കിൽ, അതായത് മരണപ്പെട്ടു പോയ ഒരു ഫാമിലി മെമ്പറുടെ നിയമാനുസൃത അവകാശികൾക്ക് ചെയ്തു കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കൾ തമ്മിൽ വളരെ അടുത്ത ബന്ധുക്കൾ തമ്മിലാണെങ്കിൽ ഇതിന് 0.2% സ്റ്റാമ്പ് ഇട്ടാൽ മതി. പക്ഷേ അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീട്ടിലെ ആൾക്ക് കൊടുക്കണു, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് കൊടുക്കണു, വേറെ ആൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ആൾക്ക് കൊടുക്കണു, അല്ലെങ്കിൽ നാട്ടിൽ ജോലിക്ക് വരുന്ന ആൾ, ഇവർക്കൊക്കെ കൊടുക്കുമ്പം നമ്മൾ സെയിലിൻ്റെ സ്റ്റാമ്പ് ഇടണം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ടാക്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ദാനാധാരത്തിന് ടാക്സ് കൊടുക്കണം. പക്ഷെ ആരാണെങ്കിൽ കൊടുക്കണ്ട? റിലേറ്റീവ് ആണെങ്കിൽ കൊടുക്കണ്ട. റിലേറ്റീവ് ഇൻകം ടാക്സിൽ പറയുന്ന റിലേറ്റീവും സ്റ്റാമ്പ് ആക്റ്റിൽ പറയുന്ന ഫാമിലി മെമ്പറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് സ്റ്റാമ്പ് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, ഞാനീ പറയണത് ഒന്ന് ശ്രദ്ധിക്കണേ. സ്റ്റാമ്പ് ആക്റ്റിൽ നമ്മൾ സ്റ്റാമ്പ് കുറച്ച് കിട്ടുന്ന ബന്ധുക്കൾ എന്ന് പറയുന്നത്, ഫാമിലി മെമ്പർ എന്ന് പറയുന്നത് അച്ഛൻ അമ്മ എന്ന് വെച്ചാൽ ഫാദർ മദർ ബ്രദർ സിസ്റ്റർ സൺ ആൻഡ് ഡോട്ടർ, പിന്നെ ഭാര്യ ഭർത്താവ്, ഇത്രയും ആളുകൾ. ഇങ്ങനെയുള്ള ഒരു ചെറിയ ഇതാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളുടെ എണ്ണം. അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളുടെ എണ്ണം സ്റ്റാമ്പ് ആക്റ്റ് പറയുന്നത് വളരെ കുറച്ചൊരു ചെറിയ ഒരു സർക്കിളാണ്. അതേസമയത്ത് ഇവർ മാത്രം അല്ല ദാനാദരം തന്നാൽ നമുക്ക് ടാക്സ് എക്സംഷൻ ഉള്ളത്. ടാക്സ് എക്സെപ്ഷൻ ഉള്ളത് ഇൻകം ടാക്സ് ആക്റ്റിൽ റിലേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിൽ പറയുന്നത് കുറച്ചും കൂടി ബ്രോഡറാണ്, കുറച്ചും കൂടി വലിയൊരു പൊരുത്തത്തിൽ നിന്ന് നമുക്ക് വന്നാലും അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അതിൽ 7 വിഭാഗത്തെ പറയുന്നുണ്ട്. ഒന്ന് സ്പൗസ് ഓഫ് ദി ഇൻഡിവിജ്വൽ, മനസ്സിലായല്ലോ, നമ്മുടെ ഇണ ഭാര്യയോ ഭർത്താവോ ആരാണെങ്കിൽ അവർ തന്നതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇൻഡിവിജ്വൽസ് ബ്രദർ ഓർ സിസ്റ്റർ, ഇപ്പോൾ എനിക്കൊരു ഭൂമി എൻ്റെ ബ്രദർ തരുന്നു സിസ്റ്റർ തരുന്നു, അപ്പോൾ നമുക്ക് സ്റ്റാമ്പും കുറക്കാം, ടാക്സ് വരില്ല. നേരത്തെ പറഞ്ഞ ഭാര്യ തരുന്നു അല്ലെങ്കിൽ ഭർത്താവ് തരുന്നു, സ്റ്റാമ്പ് കുറക്കാം, ടാക്സ് വരില്ല. അടുത്തത് ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ദ ഇൻഡിവിജ്വൽസ് സ്പൗസ്. ഇത് പുതിയ ആൾക്കാർ ആരാന്നറിയോ? നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷെ അവർ ദാനം തരുന്ന സമയത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയില്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി സെയിലിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വരണം. അതേ സമയത്ത് ഇവർ തരുന്ന ആ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് ഗിഫ്റ്റ് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ? അടുത്ത ആളുകൾ പറയുന്നത് ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് എയ്തർ ഓഫ് ദ ഇൻഡിവിജ്വൽസ് പാരൻസ്, നമ്മുടെ അച്ഛനമ്മ അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അവർ തന്നാലും ടാക്സ് വേണ്ട, പക്ഷേ സ്റ്റാമ്പ് സെയിലിൻ്റെ സ്റ്റാമ്പ് ഇടണം. അടുത്ത വിഭാഗം പറയുന്നത് ഇൻഡിവിജ്വൽ ലീനിയൽ അസെൻഡൻറ്റ് ഓർ ഡിസെൻഡൻറ്റ്, അതായത് നമ്മുടെ പിതാവിൻ്റെ പിതാവ് അങ്ങനെ അങ്ങോട്ട് പോണു, മക്കളുടെ താഴേക്ക് ഇങ്ങനെ പോണു, അവർ തന്നാലും നമുക്ക് ടാക്സബിൾ അല്ല. ലീനിയൽ അസെൻഡൻറ്റ് ഓർ ഡിസെൻഡൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് സ്പൗസ്, നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഉപ്പാടെ ഉപ്പ വല്യപ്പ എന്നൊക്കെ പറയില്ല നമ്മൾ, ഉമ്മയുടെ ഉമ്മ വല്യമ്മ എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അമ്മയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവർ തരുമ്പോഴും നമ്മൾ ടാക്സ് ഇടേണ്ട കാര്യമില്ല. 7ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ സ്പൗസ് ഓഫ് ദ പേഴ്സൺസ് റെഫേർഡ് ഇൻ 2 to 6, 2 മുതൽ 7 വരെ പറഞ്ഞ വിഭാഗത്തിൽ പെട്ടുന്ന ആളുകളുടെ ഭാര്യമാർ തന്നാലും അതിനും ടാക്സ് ഇല്ല. എന്ന് പറഞ്ഞാൽ
ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ്, സ്പൗസ്, ഭാര്യയുടെ സഹോദരി തന്നാലുമില്ല, ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് എനിക്ക് ഗിഫ്റ്റ് തന്നാൽ, ദാനമായിട്ട് തന്നാലും അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇത് ആണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഇപ്പം ഇങ്ങനെ ദാനത്തിന് മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ വാങ്ങുന്ന വിലയേക്കാൾ കൂടുതലായിരിക്കും അവിടുത്തെ ഫെയർ വാല്യൂ ഉണ്ടാവുക. ഇപ്പോൾ അവിടെ ഭൂമിക്ക് ഒരു ആറിന് 1,00,000 രൂപ വില ഉള്ളൂ എന്ന് വിചാരിച്ചു, ഒരു ഉദാഹരണം. ശരിക്കുള്ള വില ഒരു ആറിന് 1,00,000 രൂപയുള്ളൂ. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ ഫെയർ വാല്യൂവിൽ എടുക്കുമ്പം അത് 2,00,000 രൂപ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ RDOയിലൊക്കെ പരാതി കൊടുത്തു നോക്കും, അതിൻ്റെ വില കുറച്ച് കിട്ടാൻ ചിലപ്പോൾ അനുകൂലമായി കിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവസാനം നമ്മൾ ഫെയർ വാല്യൂവിൻ്റെ സ്റ്റാമ്പ് ഇട്ട് വേണം ചെയ്യാൻ, അല്ലേ? ഫെയർ വാല്യൂവിൻ്റെ സ്റ്റാമ്പ് ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ചെക്കോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഇതിൽ കാണിക്കണ്ടേ ആധാരത്തിൽ? അത് കാണിക്കുന്നിടത്ത് നമുക്ക് കൂടുതൽ പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ തീർവില ഇത്രയാണെങ്കിലും 1,00,000 രൂപ വെച്ചിട്ടുള്ളതാണെങ്കിലും ഫെയർ വാല്യൂ രജിസ്റ്ററിൽ ഇതിന് ഇത്ര വില കാണിച്ചിട്ടുള്ളതിനാൽ ആ വിലക്ക് പ്രകാരമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ ഇടണമെന്ന് പറയും. ക്ലിയറായോ? ഞാൻ പറയുന്നത് ക്ലിയറായോ എന്ന് പറഞ്ഞാൽ, സ്റ്റാമ്പ് ഇടുന്നത് ഫെയർ വാല്യൂവിനനുസരിച്ചാണ്. നമ്മൾ യഥാർത്ഥത്തിൽ വാങ്ങുന്നത് അതിനേക്കാൾ കുറഞ്ഞ പൈസക്കാണ്. അത് നമ്മൾ ആധാരത്തിൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എഴുതിയാൽ, അങ്ങനെ ചെയ്യുമ്പോഴും ടാക്സ് അവിടെ അട്രാക്റ്റ് ചെയ്യും. കാരണം എന്താ പറഞ്ഞാൽ, നിയമം പറയുന്നത് എന്താ പറഞ്ഞാൽ, ഇതിൽ എത്രയാണോ കൺസിഡറേഷൻ കാണിച്ചിട്ടുള്ളത് അതിനേക്കാൾ കൂടുതലാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് എടുത്ത വാല്യൂ എങ്കിൽ, ആ വാല്യൂവിൽ നിന്ന് നമ്മൾ ഇതിൽ കൺസിഡറേഷനായിട്ട് കഴിച്ചിട്ടുള്ള പൈസ കഴിച്ചു ബാക്കി വരുന്ന എമൗണ്ടില്ലേ, ആ എമൗണ്ടിൻ്റെ ഇപ്പോൾ 10% വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ അടക്കണ്ട. പക്ഷെ അതല്ല, 10% കൂടുതലുണ്ടെങ്കിൽ ആ മൊത്തം വരുന്ന പൈസക്ക് ടാക്സ് അടക്കണം. ടാക്സിൻ്റെ എത്രയാണ് അടക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗെയിൻ ടാക്സ് അടക്കണ മാതിരി 20% ഒന്നും അടക്കണ്ട. നമ്മൾ ഏത് സ്ലാബിലാണോ വരുന്നത് ആ സ്ലാബിനനുസരിച്ച് ആണ് അടക്കേണ്ടി വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉപ്പ തരണു, അല്ലെങ്കിൽ അച്ഛൻ തരണു, അമ്മ തരണു, സഹോദരൻ തരണു, നമ്മൾ ബന്ധുക്കൾ തരണേനൊന്നും അടക്കണ്ട. ഇൻകം ടാക്സിൻ്റെ പ്രത്യേക അനുമതിയുള്ള ട്രസ്റ്റ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, അവർ അത് തരുന്നവരൊന്നും നടക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഒരു ജനറൽ അല്ലാത്തതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ജനറലായിട്ട് വരുന്ന ഒരു മേഖല എന്ന് പറഞ്ഞ ഇതാണ്. ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ റിലേറ്റീവ്സ് അല്ലാതെ മറ്റാരിൽ നിന്നും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും, നമുക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ആധാരം എഴുതിയാൽ പോരെ, ഒരു ദാനം കൊടുത്താൽ പോരെ. അപ്പോൾ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ലല്ലോ. ട്രാൻസാക്ഷൻ നടക്കാണ്ടിരുന്നാൽ നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം എൻ്റെ സുഹൃത്തിന് ഞാൻ കൊടുക്കുന്നത്, കച്ചവടം ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഉണ്ട്, ദാനമായിട്ട് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ എഴുതുമ്പം ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നമൊന്നുമില്ല, ടാക്സ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മളത് വിലക്കാണെങ്കിൽ അത് ടാക്സ് അട്രാക്റ്റ് ചെയ്യണില്ല. അതേ സമയത്ത് നമുക്ക് ഇത് വരുമ്പം ടാക്സ് അവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഇനി ഈ ഇവർക്ക് കിട്ടുന്ന, അതായത് ദാനം ആയിട്ട് നമുക്ക് കിട്ടുന്നതിനും ഇനി ടാക്സ് വരുന്നൊരു ഘട്ടമുണ്ട് കേട്ടോ. അത് ഈ ദാനമായിട്ട് കിട്ടിയത് കൊണ്ടല്ല, ഇത് വിൽക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ദാനമായിട്ടൊന്നും മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു പിതാവിൻ്റെ സ്വത്ത് നമുക്ക് കിട്ടി. പിതാവിന് കുറേ സ്വത്തുണ്ടായിരുന്നു. 1980 എൻ്റെ പിതാവ് വാങ്ങിയൊരു ഭൂമി, പിതാവ് മരിച്ചുപോയി. പിതാവ് മരിച്ചു പോയപ്പോൾ 2001 അല്ലെങ്കിലൊക്കെ എൻ്റെ പേരിൽ എനിക്കും എൻ്റെ എൻ്റെ സഹോദരങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇത് കിട്ടിയെന്ന് വിചാരിച്ചു. ഉമ്മക്ക് ഒക്കെ ആയിട്ട് കിട്ടി, എന്നുവെച്ചാൽ പിന്തുടർച്ചാവകാശികൾക്ക് കിട്ടി. എന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഞാൻ ഇത് വിൽക്കാൻ പോവുകയാണ് എങ്കിൽ, ആ വിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്യാപിറ്റൽ ഗെയിനനുസരിച്ചൊരു ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതും ഭയപ്പെടേണ്ട കാര്യമില്ല, അതേക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ എടുത്ത് വേറെ ചെയ്യാം. ഇത് ഇത്രയാണ് പറയാനുള്ളത്. ദാനാധാര പ്രകാരം കിട്ടുന്ന ഭൂമിക്ക് നോർമലി ബന്ധുക്കളോ സംഗതികളൊക്കെ ആണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതില്ല. ബന്ധുക്കളല്ലാത്ത, നേരത്തെ പറയപ്പെട്ട ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ മോൻ തന്ന പറ്റൂല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ലിസ്റ്റിൽ വരുന്ന ആളുകൾ തരുന്നതല്ലാത്ത എല്ലാ ഗിഫ്റ്റ് ഡീഡിനും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ അവസാനം പറയാണ്, ഇതുപോലത്തെ കുറച്ച് വീഡിയോകളാണ് ഇങ്ങനെ ഇതിൽ ഇടുന്നത്.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത് നിങ്ങൾക്ക് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സന്തോഷം.